നേരം പരപരാന്ന് വെളുത്തതും തന്നെ ഞാൻ കത്തിയുമായി പറമ്പിലോട്ടിറങ്ങി. ഈ വെളുപ്പാങ്കാലത്ത് ഈ പെണ്ണിത് എങ്ങോട്ടാ എന്ന് കരുതുന്നുണ്ടോ? ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഞാനിവിടെ ഒരു നിധി കുഴിച്ചിട്ടുണ്ടായിരുന്നു. നിധി തുറന്നെടുക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ നിധിയുടെ കാവൽക്കാരനായ ഭൂതത്താൻ അറിയിപ്പ് തരാനായി മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നിധി തുറക്കരുത്, തുറന്നാൽ തല പൊട്ടിത്തെറുക്കുമെന്ന്. മാത്രമല്ല ഭൂതത്തിൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞത്രേ. അയ്യോ, ഈ ചേച്ചി ഇതെങ്ങോട്ടാ ഈ കഥ കൊണ്ടുപോകുന്നത്? അലാവുദ്ദീൻ്റെയും അത്ഭുത വിളക്കിൻ്റെയും അടുത്തെത്തിയോ എന്നൊന്നും കരുതണ്ട. ഞാനൊരു രസത്തിനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സംഭവം വേറൊന്നുമല്ല, പറമ്പിലൊരു ചേനപ്പൂ വിരിഞ്ഞിരിക്കുന്നു. അത് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. സാധാരണ ചേന നട്ട് അക്കൊല്ലം കിളച്ചെടുത്തില്ലെങ്കിൽ പിന്നെ മഴയൊക്കെ തുടങ്ങിയാൽ അതിൽ നിന്ന് ഇതുപോലെ ചേനപ്പൂ കിട്ടും. ഇത് നമുക്ക് കറി വയ്ക്കാം. കുറേ പേർക്കൊക്കെ ചേനപ്പൂവിനെ കുറിച്ചും അത് കറി വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാം. ചിലർക്കാണെങ്കിൽ ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് കരുതി. ഈ ചേനപ്പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിലുള്ള പോള അരിഞ്ഞെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു മായാലോകം തന്നെയാണ്. പല പല വർണ്ണത്തിലും രൂപത്തിലും ഭാവത്തിലും ഉള്ളൊരു പൂവാണിത്. ഇതിനെ മുറിച്ചെടുത്ത് കറി വയ്ക്കാൻ പോവുകയാണേ. ഇതിനെ നടുവേ മുറിച്ച് കുനൂനാന്നരിഞ്ഞെടുക്കുന്നതാണ് എളുപ്പം. എന്നാൽ ഇതിൻ്റെ അകത്ത് ഭംഗി കാണാത്തവർക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ആദ്യം ചേനപ്പൂവിൻ്റെ അടിവശം മുറിച്ചു മാറ്റിയ ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ഓരോ ഭാഗങ്ങളും മുറിച്ചെടുക്കാം. ഇതിൻ്റെ പുറകുവശം ചെറിയ ചെറിയ പൂക്കളുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ ഉൾവശമാണെങ്കിൽ സ്പോഞ്ച് പോലെ ഇരിക്കും. കാണാനാണെങ്കിൽ നല്ല ഭംഗിയുമാണ് പുറമേക്ക്. ഇങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഈ ചേനപ്പൂ വിരിഞ്ഞാലൊരു പാകമൊക്കെ ഉണ്ട്. ആ പാകം തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പോലും പോകില്ല. കാരണം ചേനപ്പൂ നന്നായി വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എലിയും പെരിച്ചാഴിയുമൊക്കെ ചത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു വൃത്തികെട്ട സ്മെല്ലില്ലേ, അതുപോലിരിക്കും. അതുകൊണ്ട് ചേനപ്പൂ വിരിഞ്ഞ് മുകളിൽ വന്ന് ഈ ഒരു പരുവമാകുമ്പോഴേക്കും പറിച്ച് കറി വയ്ക്കണം. അല്ലെങ്കിൽ ആ പരിസരത്ത് പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ചേനപ്പൂ വിരിഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളത് കണ്ടു, പറിച്ചെടുത്തു, അരിഞ്ഞും വെച്ചു. ഇനി ഇതിനെ കഴുകിയെടുക്കട്ടെ. ഇതിൽ വെള്ളം തട്ടിയാൽ ചേനയെ പോലെ തന്നെ ചൊറിയും എന്നുള്ളതുകൊണ്ട് കൈതൊടാതെ കഴുകിയെടുക്കട്ടെ. ഇനി ഇതിനെ കറി വെക്കണം. ഇത് പരിപ്പൊക്കെ ഇട്ട് ഒഴിച്ചു കറിയായും ഉപ്പേരി കറിയായിട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേനപ്പൂ വേകാനുള്ള ചട്ടിയിൽ ചേനപ്പൂ ഇട്ട് അത് വേകാൻ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 ആവി വരുമ്പോഴേക്കും തന്നെ ചേനപ്പൂ നന്നായി വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് താളിച്ചെടുക്കാം. ചീഞ്ചട്ടിയിൽ നമ്മൾ സാധാരണ തോരനൊക്കെ താളിക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരല്പം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. താങ്ക്